അപാകത പോലും അവരിലൂടെ വരുത്തല്ല അല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സങ്കടത്തോടുകൂടി പറഞ്ഞു കൊടുക്കുകയാ, സമ്പന്നരായ പ്രിയപ്പെട്ട സഹാബത്തേറിയിരിക്കുന്ന ഒരുപാട് സമ്പന്നരായ സഹാബത്തുണ്ടല്ലോ, ആ സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പൊന്നാറ് നബിതങ്ങൾ പറയുകയാ, നാളെ അല്ലാഹുവിന്റെ ആഖിർ ലോകത്ത് അതേ വലിയ വിഷസർപ്പത്തിന്റെ തൊലി ഉറിഞ്ഞിട്ട് കഴുത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന, തൊലി ഉറിഞ്ഞിട്ട് പാമ്പിനെ കഴുത്തിലിട്ട് കൊടുക്കുന്ന രംഗമുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണ റബ്ബേ. അതേ പാമ്പിന്റെ തൊലി ഉരിഞ്ഞിട്ട് നമ്മുടെ കഴുത്തിലേക്ക് ഇട്ട് തന്നുകൊണ്ട് ആഖിർ ലോകത്ത് കൊണ്ടുവരികയാ. ജീവിതം സാക്ഷി പറയുന്ന ലോകത്ത് കഴുത്തിൽ കിടക്കുന്ന പാമ്പിങ്ങനെ പത്തിവിടത്തയിട്ട് സാക്ഷി പറയുന്ന ലോകത്തേക്ക് കടന്നു വരാ. എങ്ങനാ പെങ്ങളെ നിനക്ക് മനസ്സ് വരിക? എങ്ങനെയാ സഹോദരങ്ങളെ നിനക്ക് സാധ്യമാവുക? അല്ലാഹുവേ അതാരാണെന്ന് റസൂലുള്ളാഹിയോട് സഹാബികൾ ചോദിക്കുകയാ. പുന്നാര നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മാമിൻ റജുലുൻ ലഹു മാലു ലാ യുഅതി കമാലിഹി. അല്ലാഹു എനിക്കും നിങ്ങൾക്കും പണം തന്നിട്ടുണ്ടല്ലോ, അല്ലാഹു എനിക്കും നിങ്ങൾക്ക് സ്വത്ത് തന്നിട്ടുണ്ടല്ലോ. ലാ യുഅതി കമാലിഹി. ആ പണത്തിനൊരു ഹക്കുണ്ട്, ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാതെ ജീവിച്ചവർക്ക് പരലോകത്തെ അല്ലാഹു പടച്ചടം തരാ. അതേ നരകത്തിന്റെ പാമ്പാട്, നരകത്തിന്റെ പാമ്പാട്. ദുനിയാവിൽ ഞാനും നിങ്ങളും കണ്ട് കല്ലെടുത്തെറിഞ്ഞു കൊല്ലുന്ന പാമ്പല്ല. അല്ലാഹുവിന്റെ പ്രവാചകര് പഠിപ്പിച്ചതെന്താ? നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷം മൂത്ത പാമ്പതിനുണ്ട് ഉഗ്രൻ തേളുകൾ. വർഷം 1000 എത്തിയാലും തന്നെ അത് കൊത്തിയാൽ മാറാത്ത വേദന പൊന്നേ. 1000 കൊല്ലം കിടന്നാലും കൊത്തിയാല് വേദന മാറാത്ത പാമ്പുകളാ. അല്ലാഹുവേ, ഓ പാമ്പുകളെ തൊലിയുരന്നിട്ട് കഴുത്തില് കെട്ടുതരികയാണ്. എന്റെ കുളത്തൂരുള്ള ഉമ്മ, സമ്പത്തിനോടുള്ള ഹക്ക് പാലിക്കാത്തവരെ, ഇന്നലെ ഈ സരസിൽ വന്ന പാവപ്പെട്ടവരുടെ കൈവെള്ളയിൽ കിടന്ന, കഴുത്തിൽ കിടന്ന, കാതിൽ കിടന്ന ആഭരണത്തിന്റെ, സ്വർണ്ണാഭരണത്തിന്റെ സുഖം കൊണ്ട് ജീവിക്കാമെന്ന് കൊതിക്കുന്ന എന്റെ പ്രിയമുള്ള മുസ്ലിമേ, സമ്പത്തിനോട് ബാധ്യതയുണ്ടടാ, സമ്പത്തിനോട് കടമയുണ്ടടാ. അത് വേണ്ട വിധത്തിൽ വീടിയില്ലാരെങ്കിൽ അതേ പാമ്പിന്റെ തൊലിയിരുന്നിട്ട് കഴുത്തില് കെട്ടുതരികയാണ്. സുബ്ഹാനല്ലാഹ്. ആ ബാധ്യത എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്തല്ലോ. അർഹതപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, റഹ്മാൻ ലീഫിന്റെ പരിപാടിക്ക് വന്ന് ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞതാ, മാസം 1001 രൂപ വെച്ച് 2 വർഷം തുടർച്ചയായി കൊടുത്തുകൊള്ളാം. പാവപ്പെട്ടവർക്ക് വേണ്ടി റഹ്മാൻ ലീഫിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാസം 1001 രൂപ 2 വർഷം തുടർച്ചയായിട്ട് കൊടുത്തുകൊള്ളാം. അല്ലാഹു എനിക്ക് തരുന്ന സമ്പാദ്യമല്ലേ, അല്ലാഹു എനിക്ക് തരുന്ന പണത്തിന്റെ ഒരു ഭാഗമല്ലേ, അല്ലാഹു എനിക്ക് തരുന്ന സ്വത്തിന്റെ ഒരു വിഹിതമല്ലേ, അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് വെച്ച് പോരെങ്കിൽ കുളത്തൂരിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും പാവപ്പെട്ട രോഗികൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാം. അത് ഉപകരിച്ച പ്രിയപ്പെട്ടവരുടെ സ്വത്തിനോടുള്ള ബാധ്യതയാണ്. മറന്നു പോവല്ല സഹോദര. എന്റെയും നിങ്ങളുടെ ഈ കയ്യിൽ അല്ലാഹു തന്നിരിക്കുന്ന സ്വത്തുണ്ടല്ലോ, അത് നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് ചിന്തിച്ചു പോവല്ല. എന്റെയും നിങ്ങളുടെ ഈ കഴിവ് കൊണ്ട് ഒരു നാണയത്തൊട്ട് പോലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. അത് അല്ലാഹു തന്നെ തരണം പ്രിയപ്പെട്ടവര്, അത് അല്ലാഹു തന്നെ തരണം പ്രിയപ്പെട്ടവര്. ആഖിർ ലോകത്ത് സർവ്വതും സാക്ഷി പറയുന്ന ലോകത്ത് ഈ ദുനിയാവിൽ അല്ലാഹു തന്ന പണമുണ്ടല്ലോ, നിനക്ക് സുഖിക്കാനും രസിക്കാനും ലഭിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും വേണ്ടി മാത്രമാണ് വിനിയോഗിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നിന്നെ കൊണ്ടുവരുന്നു. നിന്റെ വീടിന്റെ പരിസരത്ത് പട്ടിണി കിടന്ന പാവപ്പെട്ടവരെ കൊണ്ടുവരികയാ, അനാഥ മക്കളെ കൊണ്ടുവരികയാ. പെരുന്നാളിന്റെ അന്ന് പോലും ഭക്ഷണം കഴിക്കാറില്ലാറ് നിസ്കാരം കഴിഞ്ഞിറങ്ങുന്ന പള്ളികളുടെ മുമ്പിലോ പൂരിച്ചത് യാചിക്കാറുന്ന പാവപ്പെട്ടവരെ കൊണ്ടുവരികയാ. അല്ലാഹുവേ, നിങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്.
പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ജീവിതം മുഴുവനും സാക്ഷി പറയുന്ന ലോകത്ത് സാക്ഷിയായിട്ട് അല്ലാഹു പടച്ച തമ്പുരാൻ കൊണ്ടുവരുന്ന സന്തോഷമുള്ള രംഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. എന്തിനാ കൊണ്ടുവരുന്നതെന്നറിയോ? ഇന്ന അവ്വല ബൈത്തിൻ ഉളിയലില്ല, മനുഷ്യർക്ക് വേണ്ടി ആദ്യമായി അല്ലാഹു പടച്ച തമ്പുരാൻ നിർമ്മിച്ച ആരാധനാലയത്തെ കൊണ്ടുവരികയാ. മനുഷ്യൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി അല്ലാഹു നിർമ്മിച്ച പള്ളി ഏതാ? പറയടാ, ഇതാണ് ഞാൻ പറഞ്ഞ മുമ്പ് വന്നിരിക്കില്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് കുറെ ചോദ്യങ്ങളില്ല. അല്ലാഹു ആദ്യമായി മനുഷ്യൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പടച്ച പള്ളി ഏതാ? അതാണ് കുളത്തൂര് പള്ളി. അന്ന് വരവിത്തിരിക്കപ്പെടുന്ന പള്ളിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുകളുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ആദ്യം അല്ലാഹു നിർമ്മിച്ച പള്ളിയാർ നമുക്കറിയാം. ആദ്യം പറഞ്ഞാവത്തൊന്നാവൂല, തെറ്റാണെങ്കിൽ പോലും പറയുന്നതിന് ഒരു പ്രത്യേക ഒരു ഗുണമാണ് ഇൽമിന്റെ മജ്‌ലിസ്. ആദ്യമായി അല്ലാഹു നിർമ്മിച്ച പള്ളി. സഹോദരിമാരൊക്കെ പറയും, നമ്മളോട് ചോദിച്ച സാറേ, നമ്മളെ നിങ്ങളുടെ പള്ളി കേട്ടിട്ടുമില്ല, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. ഉത്സാഹിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പള്ളിയിൽ പെണ്ണുങ്ങളെ കേട്ടു, ഏറ്റവും അധികം ജനത്തിരക്കുണ്ടാകുന്ന ആ പള്ളിയിലായിരിക്കും, ഒരു സംശയമില്ല. സഹോദരിമാർക്ക് നടക്കാണ് ആഗ്രഹം. എല്ലാവരും ഇങ്ങനെ ചിന്തിച്ച് ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ കബർ വിശാലമാക്കി കൊടുക്കുക, കബർ വിശാലമായി കൊടുക്കുന്ന ദുആ ചെയ്യുന്നുണ്ട്. എന്റെ വാപ്പാടെ കബർ വിശാലാക്കാൻ ഞാൻ ദുആ ചെയ്യില്ല. ഞാൻ പറഞ്ഞു, എന്താടാ? എന്റെ വാപ്പാടെ കബർ വിശാലമായാൽ മറ്റുള്ളവരുടെ കബർ എടുക്കാവില്ല, അപ്പൊ ചതിയില്ലടാ. എന്റെ വാപ്പാടെ കബർ വിശാലാകുമ്പോ മറ്റുള്ളവരുടെ കബർ എടുക്കമാവുകയില്ലേ എന്നതൊരു വലിയ ചതിയല്ലേ? അതുകൊണ്ട് ദ്വാരക്കില്ല. ഏത് ലോകത്തായി അവൻ ജീവിക്കുന്നത്? ഇച്ചിരി ഒരു തുള്ളിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഉമ്മാര് ഉദരത്തിനകത്ത്. 10,000-കണക്കിന് തുള്ളികളിൽ ഒന്നിനെ അള്ളാഹു പിടിച്ചു ഒട്ടിച്ചു വെച്ചു. അതാണ് മനുഷ്യൻ. അവനിപ്പോ ചിന്തിക്കുന്നത് അള്ളാഹുവിന് അതിനൊന്നും കഴിയൂല, അവനെല്ലാത്തിനും കഴിയും അല്ലേ? അങ്ങനെ ചിന്തിച്ച് തല പുണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദരങ്ങൾ ഖബർ ജീവിതത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, ആഖിറ ലോകത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച ആവശ്യമില്ലാത്ത സംശയങ്ങളുടെ നൂലാമാല ഇട്ടുകൊടുക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ പുറകിലോട്ടാണ്, ഇബാദത്തിന്റെ വിഷയത്തിൽ അവൻ പുറകിലോട്ടാണ്. എന്നാൽ ഈ വിഷയത്തിൽ അവനൊരു വല്ലാത്ത കഴിവാണ്. ജനങ്ങളെ മനസ്സിന്റെ അകത്ത് സങ്കടം വരുത്തുന്ന, ആശങ്ക വരുത്തി വെക്കുന്ന ചിന്തകൾ. ആദ്യമായി അല്ലാഹു നിർമ്മിച്ച പള്ളി കഅബാലയം കാണണം. ആദ്യമായി കഅബാലയം കാണുന്ന സമയത്ത് എന്ത് നിങ്ങൾ ദുആ ചെയ്താലും ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന്. കഅബാലയം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ദുആ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിക്കുമെന്നാണ്. എന്ത് ദുആ ചെയ്താലും കഅബയിലേക്ക് നോക്കി ആദ്യമായിട്ട് കാണാൻ പോകും. അല്ലാഹു നമുക്ക് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും ഉള്ള തൗഫീഖ് തരുമാറാകട്ടെ. കഅബാലയത്തിലേക്ക് ആദ്യം ചെന്ന് നിന്നുകൊണ്ട് അല്ലാഹുവേ, ഒരു ദിവസം 17 റകഅത്തിലൂടെ 5 വഖത്തിലൂടെ അല്ലാഹു തആല കഅബയുടെ ഭാഗത്തേക്ക്, ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് നിസ്കരിക്കുന്ന മുസ്ലിമേ, ആ നിസ്കാരത്തെ പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് കഅബാലയമൊന്ന് കാണാനുള്ള അല്ലാഹുമ്മ റസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം എന്ന ദുആ കൊണ്ട് ആ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് പോകുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ കോടതിയിൽ കഅബയെ കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ പരലോകത്ത് കഅബാലയത്തെ കൊണ്ടുവരികയാണ്. അവിടെ കഅബ സംസാരിക്കുമെന്ന് ചരിത്രം പറയുകയാ. നിങ്ങൾക്ക് മനസ്സിന്റെ അകത്ത് ആശങ്കയുണ്ടാകുമെന്നേ വാക്കവിസ്താറേ പറയുന്നത്. കഅബ എന്ന് പറയുന്ന ഒരു കെട്ടിടമല്ലേ, അതെങ്ങനെയാണ് സംസാരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, മദീനയുടെ മുറ്റത്തുണ്ടായിരുന്ന കല്ലുപോലും, മക്കയുടെ മുറ്റത്തുണ്ടായിരുന്ന കല്ലുപോലും നബി തങ്ങളോട് സലാം പറഞ്ഞിരുന്ന ചരിത്രം നമുക്കറിയാം. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസ് മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഹദീസ് മാത്രം നിന്റെ സംഘടന വളർത്താൻ വേണ്ടി എടുത്താ പോരാ. എന്റെ ആഖിറലോകത്ത് അല്ലാഹു പടച്ച തമ്പുരാ കഅബയെ കൊണ്ട് സംസാരിപ്പിക്കുകയാ. കഅബാലയത്തിനോട് അല്ലാഹു ചോദിക്കുന്ന സന്തോഷമല്ലേ? ഇവിടെ നിനക്ക് രക്ഷയാണ്, നിനക്ക് രക്ഷയാണ്. ആ സമയത്ത് കഅബാലയം പറയുന്നു, റബ്ബേ, എനിക്ക് സന്തോഷമാകണമെങ്കിൽ എനിക്ക് നിന്നോട് പറയാ 2 കാര്യമുണ്ട് പടച്ചവരെ. എനിക്ക് മനസ്സിന് സമാധാനം വേണമെങ്കിൽ, ആഖിറലോകത്തിൽ എനിക്ക് സന്തോഷം വേണമെങ്കിൽ എനിക്ക് നിന്നോട് പറയാ 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട് റബ്ബേ.
അള്ള ചോദിക്കുന്ന കഅബാലയത്തിനോട് പറയാൻ പറയുമ്പോ കഅബാലയം സാക്ഷി പറയുന്ന ആഗ്രലോകത്തിൽ നിന്നുകൊണ്ട് കഅബ പറയുകയാ, രണ്ട് നിബന്ധനയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഒന്ന്, മക്ക എന്ന് പറയുന്ന ഞാൻ സ്ഥിതി ചെയ്യുന്ന നാട്ടിലെ ചുറ്റുമടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കബറാളികൾക്ക് നീ സ്വർഗം കൊടുക്കണമല്ല. മക്കയിൽ മരിച്ചു കിടക്കുന്നവർക്ക് സ്വർഗം കൊടുക്കണം റബ്ബേ. മക്കയെ കബറുകളാ, കബറിന്റെ ഉള്ളറയിലായി കിടക്കുന്നവർക്ക് നീ സ്വർഗം കൊടുക്കണമല്ല. ഓ, കബറിന്റെ ഉള്ളറയിൽ കിടക്കുന്നവർക്ക് സ്വർഗം കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കഅബാലയം പറയുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സമ്മതിക്കുകയാ. മക്കയിൽ മരിച്ചുപോയവർക്ക് കഅബാലയത്തിന്റെ സാക്ഷി പറയലോടുകൂടി നാളെ ആഖിറത്തിൽ സ്വർഗം കിട്ടുകയാ. മക്കയുടെ മണ്ണിൽ മരിച്ചു കിടക്കുന്ന എത്രയോ ഭാഗ്യവാന്മാരുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ല, ഹജ്ജിന് പോയിട്ട് മരിച്ചവരുൾപ്പെടെ, ഇഹ്റാമിലായിട്ട് മരിച്ചവരുൾപ്പെടെ, ഹജ്ജ് കഴിഞ്ഞ് വരാൻ നേരത്ത് മരിച്ചവരുൾപ്പെടെ, അറഫയുടെ തിരക്കിൽ മരിച്ചവരുൾപ്പെടെ, കഅബാലയത്തിന്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളാ ഭാഗ്യം ലഭിച്ചവരെത്രയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറയുകയാണ്, ആ കഅബാലയത്തിൽ രണ്ടാമത് നിബന്ധന എന്താ പറയുന്നറിയോ? അല്ലാഹുവേ, കാലുവയ്യാറ് ആരോഗ്യമുണ്ടായിട്ട് കാലുവയ്യാറ് രോഗികളായിട്ടും രോഗമില്ലാതെ സന്തോഷത്തോടെയും കരഞ്ഞുകൊണ്ടുമല്ല എന്റെ കഅബയാകുന്ന എന്റെ ചുറ്റാകെ വലയം വെച്ചവരുണ്ടല്ലോ, തവാഫ് ചെയ്തവരുണ്ടല്ലോ, അവർക്ക് നീ സ്വർഗം കൊടുക്കുക അല്ലാ. മഖ്ബൂലും മർദിയുമായ രീതിയിൽ തവാഫ് പൂർത്തീകരിച്ചിട്ട് മടങ്ങിപ്പോയവരാണ്, ഹജ്ജ് ചെയ്തിട്ട് മടങ്ങിപ്പോയവരാണ്, അവർക്ക് സ്വർഗം കൊടുക്കണമെന്ന് അല്ലാഹുവിനോട് കഅബാലയം പറയുമ്പോ അല്ലാഹു പടച്ചതമ്പുരാ കഅബാലയത്തിനോട് പറയുകയാണ് സ്വർഗം കൊടുക്കാൻ. ഒരു നിബന്ധനയോടുകൂടി സ്വർഗം കൊടുക്കാം. നീ പറഞ്ഞ രണ്ട് കാര്യം ഞാൻ അംഗീകരിക്കാം. ഹജ്ജിന് വന്ന മുഴുവൻ പേർക്കും സ്വർഗം കൊടുക്കണമെന്ന് നീ പറഞ്ഞില്ലേ, അത് ഞാൻ അംഗീകരിക്കാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അല്ലാഹു പറഞ്ഞ ആ നിബന്ധന എന്തെന്നറിയും? അള്ളാഹു പറഞ്ഞ ആ നിബന്ധന എന്തെന്നറിയും? ആളിച്ചിരി കൂടുതലാണ്. എന്തായാലും റോഡിൽ ആരും നിൽക്കരുത്, ദയവ് ചെയ്ത് എല്ലാവരും എയർപോർട്ട് കടന്നിരിക്കും. നിൽക്കാനെങ്കിലും സ്ഥലമുണ്ടല്ലോ, എല്ലാവരും കടന്നിരിക്കും. ശരിക്ക് വാഹനങ്ങൾ പോകുമ്പോൾ നമുക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. വളരെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ എല്ലാ സംഘടനകളും മനസ്സിലേക്ക് കടന്നിരിക്കും. പുറകിൽ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാതി സംഘാടകർ ഒന്ന് പറയണമെന്ന് ഓർമ്മപ്പെടുത്താണ്. പരിപാടി കഴിഞ്ഞിട്ട് പരാതി പറഞ്ഞാൽ പരിഹാരം ഉണ്ടാവില്ല. ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഇടയിൽ കസേര എവിടെയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ എടുത്ത് ഉയർത്തി കാണിച്ചാൽ നോക്കട്ടെ. എവിടെയെങ്കിലും കസേര ഇടയ്ക്ക് ഒഴിവുണ്ടോ? ഇല്ലല്ലോ. നൽകാത്ത സൗകര്യമുണ്ട്. നിൽക്കുന്നവർക്ക് ഇവിടെ സൗകര്യം ഉണ്ടിരിക്കുക, നല്ല സൗകര്യം. എല്ലാവരും എഴുന്നേറ്റ് നോക്കുക, എഴുന്നേറ്റ് നോക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം. ചിലപ്പോൾ ഇരിക്കുന്ന കസേരാകുമ്പോൾ എടുത്തല്ലോ. നമ്മൾ ഇരുത്താൻ പാടില്ല. എന്തിന്റെ പേരിൽ അങ്ങനെ വളർന്നിരുന്ന് നുണ പറയാനൊന്നും സമയമില്ല. ശ്രദ്ധിച്ച് കേട്ടോളൂ. എല്ലാത്തിനും നരകത്തിൽ തള്ളിയിട്ടുള്ള കാര്യം ഞാൻ പോകാൻ വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരാരാണെന്ന് ലാസ്റ്റ് ചോദിക്കും. സ്വർഗത്തിൽ പോകുന്നവരാണ് ഈ സദസ്സിൽ വന്ന കുഞ്ഞുകുട്ടി ഉൾപ്പെടെ മുഴുവൻ പേരെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കഅബാലയം പറയുന്ന രണ്ടാമത്തെ നിബന്ധന ഹജ്ജിന് വേണ്ടി മക്കയിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് മടങ്ങിപ്പോയവർക്ക് നീ സ്വർഗം കൊടുക്കണമല്ല. അത് ഞാൻ അവരോട് വാക്ക് കൊടുത്തിരുന്നതാണ്. കഅബാലയത്ത് വെച്ച് ഹജറുൽ അസ്വദിനോട് ചുണ്ട് ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞവരോട് ഞാൻ വാക്ക് കൊടുത്തതാ. ആഖിറത്തിൽ സാക്ഷിയായിട്ട് പടച്ചറബിനെ കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് സ്വർഗം വാങ്ങി തരാമെന്ന് പറഞ്ഞതാ. ആ വാക്കുകൂടി നീ അംഗീകരിക്കണമെന്ന് പറയുമ്പോ അല്ലാഹു പടച്ചറമ്പുരാ പറയുന്ന കഅബാലയത്തിനോട് വിഷമിക്കണ്ട. ഈ ആഖിറ ലോകത്ത് ഞാൻ സമ്മതിക്കുന്നതാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട് കഅബ. ആ നിബന്ധന എന്തെന്നറിയോ?
ഹജ്ജ് കഴിഞ്ഞ് പോയവരാരും പിന്നെ തെറ്റ് ചെയ്യുന്നവരാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കും. ഹജ്ജും കഴിഞ്ഞ് പോയിട്ട് പിന്നും പള്ളിയുടെ നടയെ വന്നിരുന്ന ഫസാദും ഈബത്തും പറയലും നുണ പറയലും അടിയുണ്ടാക്കലും വസ്തുവിനും പണത്തിനു വേണ്ടിയും തമ്മിൽ കടികൂടലും മരുമോളെ ചീത്ത വിളിക്കലും മരുമോനെ ചീത്ത വിളിക്കലും അമ്മായിയെ കുറ്റപ്പെടുത്തലും മരുമോളെ കുറ്റപ്പെടുത്തലും ആകെ നാട്ടിൽ ഫിത്നയുണ്ടാക്കലുമായിട്ട് നടന്നാൽ പ്രശ്നമാണ്. ഹജ്ജ് കഴിഞ്ഞു വന്നാൽ ആ രീതിയിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുമെങ്കിൽ കഅബാലയത്തിനോടല്ല പറയുന്നു നിന്റെ വാക്ക് ഞാൻ അംഗീകരിക്കാം. കഅബാലയത്തിനോടല്ല പറയുന്നു നിന്റെ വാക്ക് ഞാൻ അംഗീകരിക്കാം. ഇന്ന് ഏറ്റവും അധികം അമലുകൾ പൊളിയുന്നത് ഹജ്ജ് കഴിഞ്ഞു വരുമ്പോഴാണ്. എന്താണെന്നറിയോ? ഹജ്ജ് കഴിഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു സ്വഭാവ മാറ്റമാണ്, ഒരു അഹങ്കാരം വരുന്നത് പോലെ. ചിലപ്പോൾ പള്ളിയിൽ നേരെ ഉസ്താദിന്റെ റൂമിൽ വന്നിട്ട് പറയും, നിങ്ങൾ ഹജ്ജിന് പോയിട്ടില്ലല്ലോ? ഇല്ല. അല്ലാഹു അക്ബർ, പോണ ഉസ്താദെ പഠിച്ചാ പോരെ, പോയി ഡയറക്റ്റ് കാണുക. അത് പറയാം എന്താ മിനിയൊക്കെ പറഞ്ഞ എന്താ എപ്പോഴും തന്നെ ഹജ്ജിന് പോയിട്ട് വരുമ്പോ ഒരു സംസാരമുണ്ട്. അതൊരു സന്തോഷത്തിന്റെ സംസാരമാണ്, അതൊരു മനസ്സിലൊരു സന്തോഷം കൊണ്ട് സംസാരിക്കുന്നതാ. ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല, 5 കൊണ്ട് തീരുന്നില്ല. 5 വഖത്ത് നിസ്കാരത്തിൽ ഇത് തന്നെ. അവസാനം ആര്യ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദിന്റെ റൂമിലേക്ക് ഈ ആചാര്യങ്ങളെ വരുമ്പോ ഉസ്താദ് പറയും, എനിക്കൊരു മൗലിദുണ്ട്, വെളിയിലോട്ട് ഇറങ്ങാൻ പോവാ, പതുക്കെ രക്ഷപ്പെടണം. മൗലിദ് ഇല്ലെങ്കിൽ പോലും റോഡിൽ പോകുന്നിട്ട് തിരിച്ചു. കാരണം എന്താ, ഇവർക്ക് ഇത് 10 പേരോട് പറഞ്ഞു നടക്കണം. സഹോദരിമാരാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അല്ലാഹുവേ അല്ലേ, സാക്ഷി പറയട്ടെ, ഞാൻ വല്ല നടക്കുന്നു. ഇത് ആളെ സഹോദരിമാര് പറയും അല്ലേ, ഹജ്ജിന് പോകണമെങ്കിൽ ആയിഷ ഞാൻ പോയ ഗ്രൂപ്പിൽ തന്നെ പോകണം. മുസ്ലിയാര് ഓരോന്ന് തൊട്ട് കാണിച്ചു അല്ലേ, എന്നെ കൊണ്ടുപോയ മുസ്ലിയാര് ഓരോന്ന് ഇതാണ് ഇത് അതാണ് ഇതാണ്. അല്ലാഹുവേ, എന്നിട്ട് ഞാൻ ഹജർ അസ്വദിന് ഒരു മുത്തം കൊടുത്തടി ആയിഷ. ഹജർ അസ്വദ് കയ്യിൽ വെച്ചിട്ടല്ലേ മുത്തേ. അപ്പൊ ചോദിക്കും, ഹജർ അസ്വദ് എടുക്കാൻ പറ്റും? ഹജർ അസ്വദ് കയ്യിൽ വെച്ചിട്ടല്ലേ മുത്തം കൊടുക്കും? അവിടെ ഒന്ന് പറയാ, കണ്ടിട്ടുണ്ടാവില്ല സാധനം. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയ പുണ്യകർമ്മം ചെയ്തിട്ടും മടങ്ങി വരുമ്പോഴും ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ്റെ ചെയ്താൽ നടക്കട്ടാ വന്നിരുന്നുകൊണ്ട് ഉള്ള സൗകര്യത്തിലൊക്കെ എല്ലാവരും ഇരുന്നുകൊണ്ട് ഇതിൽ കൂടെ പാടമൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് കടലാസും പേപ്പറും ഒക്കെ നാളത്തെ പത്രം വന്നു തുടങ്ങി അതും കൂടെ എടുക്കൂല. ഉള്ള സൗകര്യത്തിലിരിക്കുക. അല്ലാഹു ഇനിയിപ്പോ ലാസ്റ്റ് ഈ വിഷയത്തിന്റെ സമാപനം അൽഹംദുലില്ലാ സ്വർഗമൊക്കെ പറയുമ്പോൾ നമുക്ക് അതിലേക്ക് എത്തുന്നതിനുള്ള സൗഭാഗ്യം ഈ നിറഞ്ഞ മജ്‌ലിസിൽ ഒരാളുടെയെങ്കിലും ആമീന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തരുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ്, കഅബാലയത്തിനോട് പറഞ്ഞതാ, ആഖിറലോകത്ത് നിന്റെ വാക്ക് ഞാൻ അംഗീകരിക്കുന്നതാണ്. പക്ഷേ ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ആ കഅബാലയത്തിനോട് അല്ലാഹു പറയുകയാണ്, ഹജ്ജ് കഴിഞ്ഞു വന്നാൽ പിന്നെ ഫസാദ് പറയാറ്, ഈവത്ത് പറയാറ്, പലിശ തിന്നാറ്, തെറ്റ് ചെയ്യാറ്, നിസ്കാരം ഒഴിവാക്കാതെ സന്തോഷത്തോടുകൂടി ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന രംഗമാണെങ്കിലേ ഞാനത് അംഗീകരിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്തേരാ പ്രിയപ്പെട്ടവരെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നാണ് എന്ന് നിങ്ങൾ അഭിപ്രായം പറയുന്നെങ്കിൽ, ജിബ്രീൽ അലൈഹിസ്സലാം അവസാനമായ ഒരു അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തും കൊണ്ട് വന്നിട്ടുണ്ട്. ആ ആയത്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഒരായത്ത് ഇറങ്ങിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതൊരു ഭീഷണിയുടെ ആയത്തായിരുന്നു പ്രിയപ്പെട്ടവരെ. അത് മനസ്സിന് വല്ലാത്ത സങ്കടം തരുന്ന ആയത്തായിരുന്നു. ഒരുപാട് മനസ്സിന്റെ കത്ത് പ്രയാസം കൊടുക്കുന്ന ആയത്തായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്ന വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ പേടിച്ചുകൊള്ളുക. അല്ലാഹുവിലേക്ക് കൊണ്ടുപോകുന്ന ദിവസത്തെ നിങ്ങൾ പേടിച്ചുകൊള്ളുക. റബ്ബേ, എന്തോ ഒരു ഭീഷണിയുടെ സ്വരമാണ്. പരലോകം മറന്നുപോയവരെ, ആഖിറം മറന്നുപോയവരെ, നരകം പുല്ലുപോലെ കാലുകൊണ്ട് തട്ടിക്കളിക്കുന്നവരെ, ഖബറിന്റെ ചോദ്യങ്ങളിൽ ഭയമില്ലാത്തവരെ, അല്ലാഹു തന്ന പണം കൊണ്ട്, പവർ കൊണ്ട്, കല്ലുകൊണ്ട്, പെണ്ണുകൊണ്ട് ദുനിയാവാണ് ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞ് തീരുമാനിച്ച് കഴിയുന്നവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിനെ
കൊടുക്കപ്പെടുന്ന ദിവസത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഭയന്നു കൊള്ളുക. സുമ്മത്ത് വഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഒരു ശരീരത്തിനോട് പോലും അല്ലാഹു അക്രമം പ്രവർത്തിക്കുകയില്ല. ഏക പ്രജായതേ ജന്തുലേക ഏക പ്രലീയതേ ഏകോനുകുന്തു സുഹൃതമേവ ഏവ ചതുഷ്കൃത. കുളത്തൂർ സംഘാടകരിൽ പോലും ഇതരമതത്തിൽപ്പെട്ട സഹോദരങ്ങളുണ്ട്. വാലന്തേസുകളായി റഹ്മാൻ റീവതിന്റെ ബാഡ്ജ് കുത്തിയിട്ട് ഓടി നടക്കുന്ന ഇതരമതത്തിൽപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മഹാഭാരതം ഒന്ന് പരിശോധിച്ചാൽ കാണാ പരലോക വിശ്വാസമുള്ളവരാണ് ഹൈന്ദവരെന്ന് പറയുന്നത്. ഏക പ്രജായതേ ജന്തുലേക ഏക പ്രലീയതേ ഏകോനുകുന്തു സുഹൃതമേവ ഏവ ചതുഷ്കൃത. ഒരു മനുഷ്യൻ ജനിക്കുന്നത് ധരിച്ചാണ്, മരിക്കുന്നത് ധരിച്ചാണ്. അവൻ ചെയ്തു പോയതിന് മാത്രമാണ് നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്നതെന്ന് പറയുന്ന മഹാഭാരതത്തിന്റെ അടികളെ അല്ലാഹുവിന്റെ റസൂൽ ഒരു അണുവളവ് നന്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അവൻ അല്ലാഹു നാളെ ആഖിറത്തിൽ അത് കാണിച്ചു കൊടുക്കുന്നതാണെന്ന് പറഞ്ഞ ഖുർആനിന്റെ വക്താക്കളെ ഓർത്തുകൊള്ളുക. കുല്ലു നഫ്സിൻ ബിമാ കസബത്. നിങ്ങളെന്താണോ ചെയ്തിരിക്കുന്നത്, നിങ്ങളെന്താണോ പ്രവർത്തിച്ചിരിക്കുന്നത്, അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുന്നത്. ഒരു ശരീരത്തിനോട് പോലും അക്രമം പ്രവർത്തിക്കൂല, ഒരു ശരീരത്തിനോട് പോലും ഉപദ്രവം ഉണ്ടാവുകയില്ല. അവന് ചെയ്തതിന് പ്രതിഫലം കിട്ടാതിരിക്കൂല. നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ, ദിക്ർ ചൊല്ലിയാൽ, പാവപ്പെട്ടവർക്ക് പൈസ കൊടുത്താൽ, സുജൂദ് ചെയ്താൽ, ഖുർആൻ ഓതിയാൽ, പൊട്ടിക്കരഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് എന്ത് നന്മ നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ ആ നന്മ മുഴുവനും നിങ്ങൾ കാണുന്നതാണ്. ഒരു ശരീരത്തിനോട് അക്രമം പ്രവർത്തിക്കൂല. ഞാൻ ചെയ്തിട്ടെന്തേ പടച്ചവരെ എനിക്ക് തരാത്തതെന്ന് ചോദിക്കൂല. അല്ലാഹുവേ, പാവപ്പെട്ടവർക്ക് വേണ്ടി റഹ്മാൻ റിലീഫിന്റെ പരിപാടിക്ക് പ്രഭാതം മുതൽ വൈകുന്നേരം വരെ വെയിലത്ത് ഞാൻ കസേര ഇറക്കിയല്ല. അതിന്റെ പ്രതിഫലം എവിടെ? അല്ലാഹു തരാതിരിക്കൂല. പ്രിയപ്പെട്ടവരെ, ഒരൽപ്പം തോലെ വീഴ്ച വരുത്തൂല പടച്ചറമ്പുല. ഒരാൾക്ക് പോലും അല്ലാഹു തരാതിരിക്കൂല. പൂർണ്ണമായും അർഹതപ്പെട്ടത് അവർക്ക് തന്നെ തരുന്നതാ. അതുപോലെ തന്നെ ശിക്ഷയും തരുന്നതാണ്. നന്മ മാത്രമല്ല, പ്രതിഫലം മാത്രമല്ല. നീ എന്ത് ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും അല്ലാഹു പടച്ചറമ്പുല തരുന്നതാണ്. വതറൽ മുജ്രിമീന യൗമൈദിൻ മുഖർറനീന ഫിൽ അസ്ഫാർ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ധിക്കാരികളായ ദമ്മാടികളായ താതോണികളായ പെറ്റുകാര് നിധിയെ ആഖിറത്തിലേക്ക് കാണാൻ കഴിയുന്നതാണ്. അവരെ ചങ്ങലകളിൽ കെട്ടിയിട്ടിരിക്കുകയാ, അവരെ ചങ്ങലകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കുളത്തൂരുകാരെ ആരാണ് പെറ്റുകാരെന്നറിയോ? ആരാണ് ധിക്കാരികളെന്നറിയോ? പദപ്രസംഗത്തിന്റെ സ്റ്റേജിൽ വന്നിട്ട് ഇത് എനിക്ക് കേട്ട് പ്രവർത്തിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചിട്ട് പോകുന്ന കുളത്തൂരുകാരെ, ഖബറിന്റെ അകത്ത് ചോദ്യമില്ല, ആഖിറമില്ല, പരലോകമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാ ആദർശങ്ങളെയും പുറങ്കാലുകൊണ്ട് വലിച്ചെറിയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാർ. ഇന്നലെ ഞാൻ പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ ഒരുപാട് സമയം കഴിഞ്ഞ വാഹനത്തിലൂടെ പോയത്. ഒത്തിരി നേരം ഇവിടെ ഇരുന്ന് കുറെ സഹോദരങ്ങളെ മുസാഫഹത്ത് ചെയ്ത് അത് കഴിഞ്ഞ് നിന്റെ വാഹനം റോഡിൽ കയറിയിട്ട് മുന്നോട്ട് പോകുമ്പോ സുബ്ഹാനല്ലാഹ് 3 സഹോദരിമാര് പ്രവാസനം കഴിഞ്ഞു പോവുകയാണ്. പ്രസംഗം കഴിഞ്ഞു പോകുന്ന 3 സഹോദരിമാരാണ്. ഞാൻ കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. പെണ്ണേ, 3.5 മണിക്കൂറോളം ഇന്ന് ആരോടാണ് ഷാറുവാക്കലി പ്രസംഗം നടത്തിയത്? 3 മണിക്കൂറോളം അല്ലാഹുവിന്റെ കോടതിയിൽ പൊന്നാര നബി തങ്ങളെ കാണാൻ വരുന്ന ആഖിറലോകത്ത് ജീവിതം സാക്ഷി പറയുന്ന മനുഷ്യരെ കുറിച്ച് ആരോടാ വാതു പറഞ്ഞതെന്ന് ചിന്തിച്ചു പോയി. അത്ഭുതത്തോടെ ആലോചിച്ചു പോയി. പെങ്ങളെ, 3 സഹോദരിമാര് ചുരിദാറിട്ട് പ്രസംഗത്തിന് വന്നവരാ. ചുരിദാറിട്ട് പ്രസംഗത്തിന് വന്നവരാ. പ്രസംഗം കഴിഞ്ഞു പോയ പോലെ നിങ്ങൾക്കറിയുന്നു. DPP ആവാം. നേരത്തെ കാണാൻ പറ്റുന്ന സ്ക്രീനിലൂടെ കണ്ടോ? വല്ലാഹി ആണയിട്ട് ഞാൻ പറയാം, സ്വർഗത്തിന്റെ മണം പോലും ആണയിട്ട് ഞാൻ പറയുന്ന എന്തെന്നാ കരുതിയത്? ഇലിമിന്റെ കരുതി എന്തെന്നാ കേട്ടാ ഇങ്ങനെ ഗാനമേള കേട്ടിട്ടല്ല, അനപ്പശനം കേട്ടിട്ടില്ല.
ഈ കോലത്തിൽ പോകുന്ന പെണ്ണിന് ആണയിട്ട് ഞാൻ പറയാം, നീ വിചാരിക്കും ചൂടാണ് അല്ലേ, മഞ്ഞുകൊള്ളാതെ കലാമത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിജയം കിട്ടിയ പെൺകുട്ടിയുടെ ഉമ്മ ദീനിനോടൊരു താല്പര്യമില്ലാത്തവളാണ്. എന്നാലും ചാനലുകാർ വന്നപ്പോൾ ഒറിജിനൽ മേത്തച്ചിയാണെന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ പറയൂ, ഒരൽപ്പം ഇങ്ങനെ തലയിൽ മറച്ചിട്ട് ഖദീജാവി വന്നിരുന്നത് പോലെ. ഏത് ഖദീജ? മലപ്പുറം ജില്ലയിൽ മാതൃഭൂമി പത്രം ഫ്രണ്ടിൽ കൊടുത്ത ഒരു ഖദീജ നിങ്ങൾ മറന്നിട്ടുണ്ടാവൂല. ഭരതനാട്യത്തിന്റെ രാജകുമാരി. മുഴുവൻ പള്ളിയെയും ഉസ്താദുമാരെയും സംഘടനയും ചീത്ത വിളിച്ചുകൊണ്ട് കലാമത്സരത്തിന് പ്രോത്സാഹനം കൊടുത്ത ഖദീജയെ മറന്നിട്ടുണ്ടാവില്ല. 3 സഹോദരിമാർ ഇങ്ങനെ പോകുന്നുണ്ട്. കൽബ് നൊന്നു പോയി. സ്വർണ്ണം കൂടെ തന്നു. ഞാൻ പറയുന്നു, ആ രീതിയിലുള്ളവർ സ്വർണ്ണം തന്നിട്ടും കാര്യം എന്തൊരവസ്ഥയാ. റഹ്മാർ ലീഗല്ലേ, കയ്യിലുള്ളത് കൊടുക്കട്ടെ, കയ്യിലുള്ളത് കൊടുക്കട്ടെ. നിങ്ങൾ കൊടുത്തെങ്കിലല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഉള്ളതാവട്ടെ. പക്ഷേ അള്ളാഹുവിന്റെ ആഖിറത്തെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് ചിന്തിക്കണം എന്റെ സഹോദരൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന നബിയേ, വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറരീന ഫിൽ അസ്ഫാർ. ഒന്നും തലയ്ക്ക് കയറാതെ എല്ലാം പുറങ്കാലുകൊണ്ട് വലിച്ചെറിഞ്ഞു, ഒന്നും ഞാൻ അംഗീകരിക്കൂല, ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെ പിന്തിരിയുന്നവരെ മുഖർറരീന ഫിൽ അസ്ഫാർ, സംഗരയിട്ടിട്ട് വലിച്ചടച്ചുകൊണ്ട് പോവുകയാണ്. സറാബീലുഹും മിൻ ഖത്റാ പണ്ട് കാലത്ത് കുളത്തൂറിന്റെ പരിസരത്ത് യാസീരോധിയിൽ ആഖിറലോകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞിരുന്ന ഉമ്മ, വൈലൈഹി തുർജഊൻ എന്ന് പറഞ്ഞ് യാസീന്റെ കിതാബ് മടക്കി വെച്ചിട്ട് പരലോകത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്ന മുസ്ലിം ഉമ്മ ഇന്നെവിടെ പോയി? പെങ്ങളെ, നിന്റെ മനസ്സിന്റെ ഭയം എവിടെ പോയി? എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കണ്ടോ? അവരുടെ മുഖത്തേക്ക് നരകം കൊണ്ടുള്ള ചൂട് പിടിപ്പിക്കുകയാണ്, നരകത്തിന്റെ തീ കൊണ്ടുള്ള ചൂട് പിടിപ്പിക്കുകയാണ്. ലോകം അത്ഭുതപ്പെട്ടു പോയ ഖുർആനാ പറയുന്നത്. ഒരു അറിവ് പോലെ ഖുർആനിനകത്ത് കളവില്ല പ്രിയപ്പെട്ടവരെ, കളങ്കമില്ല. പറഞ്ഞത് മുഴുവനും സത്യമാ. മണ്ണറയിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവച്ച പിന്നെ ഞാനും നിങ്ങളും നേരിടാൻ പോകുന്ന ലോകത്തെ കുറിച്ചാ പറയുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരോട് ആവേശത്തോടുകൂടി ഞാനൊന്ന് ചോദിക്കട്ടെ, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തീരുമാനിക്കാതിരക്ക് പറ്റോ? അല്ലാഹുവേ, എന്റെ ആഖിറലോകത്തെ ഭയന്നുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ കള്ളിന്റെ ഒരു തുള്ളി പോലും ഉപയോഗിക്കൂല അല്ലാ എന്ന് തീരുമാനിക്കാൻ നിനക്ക് കഴിയോ ചെറുപ്പക്കാരാ? എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവര് മുഴുവനും കള്ളുകൊടിയന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നലെ പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങിപ്പോര പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, പ്രസംഗം കഴിഞ്ഞ് മടങ്ങിപ്പോര പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, വഴിയിൽ വെച്ചൊരു കടയിലേക്ക് ചായ കുടിക്കാനിറങ്ങിയതാ. എതിരെ വന്ന വാഹനത്തിന് ഡിമ്മം ബ്രേറ്റ് മടിച്ചുപെടുത്തില്ല എന്ന് പറഞ്ഞ് അതേ എതിരെ വന്ന വാഹനക്കാരൻ ചെറുപ്പക്കാരോട് സംസാരിക്കുകയാ. എതിരെ വന്ന വാഹനത്തിന്റെ ഡ്രൈവറില്ലേ, അവര് മുസ്ലിമാണെന്ന് പറയാൻ എങ്ങനെയാ കഴിയുന്നത്? വയറ് നിറച്ച് കള്ളു കുടിച്ചുകൊണ്ട് വാതുകെട്ടിട്ട് പോലെ ചെറുപ്പക്കാരോട് സംസാരിക്കാൻ അവനെന്താ യോഗ്യത? പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ രക്തത്തിളപ്പുള്ള ചുടക്കുട്ടന്മാരായി ഈ സ്വർഗീയ ആരാമത്തിന് വന്നിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ആഖിറത്തെ കുറിച്ച് കേട്ടിട്ട് മടങ്ങിപ്പോണ ചെറുപ്പക്കാരോട് സംസാരിക്കാൻ കള്ളുകുടിയൻ എന്ത് യോഗ്യതയാ ഉള്ളത്? അവന് ബോധമില്ല. അവൻ ദൂരപ്പറമ്പിൽ നിന്ന് വരുന്നവനാ, അവൻ സിനിമാശാലയിൽ വരുന്നവനാ, അവൻ ദേശാലയത്തിൽ വരുന്നവനാ. ഇവിടുന്ന് പോറ ചെറുപ്പക്കാരോ, അവര് സ്വർഗത്തിന്റെ മുത്തുകളാ. ഈ പാടത്ത് നിറഞ്ഞിരുന്നുകൊണ്ട് സ്വർഗത്തിന്റെ മാണിക്യമുത്ത് നേടിയെടുത്ത് മടങ്ങിപ്പോരാ. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഘട്ടം ഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ വാക്കുകളെ കുറേശ്ശെ കുറേശ്ശെ മാറ്റമുണ്ട് സാറ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരാ, ഇതിനപ്പുറത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ പോണ്ട. ഈ സ്വർഗീയ ആരാമത്തിന് എണ്ണിയാറുടെ 40 ജനത്തിരക്ക് കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഈ സ്വർഗീയ മജ്‌ലിസ് കൊണ്ട് തീരുമാനിക്കട്ടെ, ഇത് ഞാൻ കള്ളുകുടിക്കൂല്ല. ഇവിടെ കൊണ്ടുവന്ന ഒരു കത്തിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 15 കൊല്ലമായി സാറ്.
അന്ന് മുതൽ ഇന്ന് വരെ ഒരൊറ്റ ദിവസം പോലും കള്ളു കുടിക്കാറ് എന്റെ പ്രിയപ്പെട്ടവൻ റൂമിലേക്ക് വന്നിട്ടില്ല. അല്ലാഹുവേ, തലമറച്ചുകൊണ്ട് മത്തയിട്ടുകൊണ്ട് ഈ സ്വർഗീയ ആരാമത്തിൽ വന്നിരുന്ന് പൊട്ടിക്കറിയുന്ന പാവപ്പെട്ട പെങ്ങളെന്ത് ചെയ്തു? അല്ലാ, ഒരു കള്ളുകുടിയന്റെ വലയിൽ വീണാ ജീവിതം തീർന്നില്ലേ? ഒരു പെണ്ണുപിടിയന്റെ വലയിൽ വീണാ ജീവിതം തീർന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ വേണ്ടെന്ന് പറഞ്ഞ, ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞ കള്ളു എന്റെ ചെറുപ്പക്കാരാ നമുക്ക് വേണ്ടതാ. കള്ളു മാത്രമല്ലോ, നിന്റെ ഇടുപ്പിൽ തിരികെ വെച്ചിട്ടുണ്ടല്ലോ ചുണ്ടിനടിയിൽ വെക്കാനുള്ള ലഹരി പദാർത്ഥങ്ങള്. വേണ്ട മോനെ, അതും കള്ളുപോലെ തന്നെയാണ്, അതും കള്ളുപോലെ തന്നെയാണ്. ചുണ്ടിനിടയിൽ തിരികെ വെക്കുന്ന വാക്യകത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന വാസനപ്പാക്കുൾപ്പെടെ അത് മുഴുവനും ലഹരിയാണ്, അത് മുഴുവനും ലഹരിയാണ്. എന്ത് പേര് പറഞ്ഞാലും എത്ര വില കുറഞ്ഞാലും അത് മുഴുവനും ലഹരിയാണ്. ചെറുപ്പക്കാരാ, ഒഴിവാക്കുകയേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കള്ള് ഹറാമാക്കിയപ്പോ മുഴുവൻ കോപ്പകളും തട്ടിത്തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഓടി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തതാ പരലോകത്ത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിച്ചു പറഞ്ഞു കൊടുത്തതാ, പരലോകത്ത് കള്ളു കുടിച്ചവരെങ്ങനാ കടന്നു വരുന്നതെന്നറിയോ? ജീവിതം സാക്ഷി പറയുന്ന ലോകത്തെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സദസ്സില് കള്ളുകുടിയന്മാര് ആഖിറത്തിലെങ്ങനാ വരുന്നതെന്നറിയോ? എന്റെ കുളത്തൂരുകാരെ, ഒരൽപ്പം കള്ളെങ്കിലും നീ നാവ് കൊണ്ട് രുചിച്ചിട്ടുണ്ടോ? ഈ സദസ്സിനൊക്കെ തൗബ ചെയ്യാനുള്ള സദസ്സാണ്. ഞാൻ പറയുന്ന പുരുഷന്മാര് മാത്രമല്ല, പെൺകുട്ടികൾ പോലും കള്ളുകുടിച്ച് തുടങ്ങിയിരിക്കുകയാ. പെൺകുട്ടികൾ പോലും കള്ളുകുടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടതാണ്, ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് മദ്യം വാങ്ങുന്ന ഒരു മുസ്ലിം കുടുംബം വാപ്പയോട് ചോദിക്കാണെന്നോട് ഇതെങ്ങനെ ഉണ്ടാവും നിങ്ങൾ? വല്ലാഹി ഹഖീ, എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ്. നിങ്ങൾ പ്രസംഗത്തിന്റെ പൊലിവിന് വേണ്ടി കളവ് പറയാണെന്ന് കരുതരുത്. ദുബായ് എയർപോർട്ടിന്റെ ഡ്യൂട്ടി ഫ്രീയിൽ ഈ സാധനം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന മുസ്ലിം കുടുംബത്തിന്റെ കഥ നേരിട്ട് കണ്ടതാണ്. കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട ഹംസ എന്ന് പറയുന്ന സഹോദരനോട് പറഞ്ഞു, സാറേ അതൊന്ന് ശ്രദ്ധിച്ചോളാം, ചെറുതായിട്ട് വേണമെങ്കിൽ തൊപ്പി ഊരിക്കോളി, ചിലപ്പോ തൊപ്പി കാണുമ്പോൾ അവർ ചിലപ്പോൾ സംഭവം മാറ്റിയിട്ട് സംഭവങ്ങളാക്കുന്നു. ശ്രദ്ധിച്ചപ്പോഴുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, എന്തൊരു രംഗമാ അത്. വാപ്പയോട് മോളി ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാവും? വാപ്പ കുറെ അടിച്ചു കിടന്നതാ, ഇതെങ്ങനെ ഉണ്ടാവും? കുഴപ്പമില്ല, അല്ലെ ബലേ ഫ്രഷ് എന്നാണ് പറയാം. നേരെ ആ സാധനം വാങ്ങി ബാഗിനകത്ത് വെക്കുക. അടുത്ത് നമ്മൾ കണ്ടില്ലേ ഒരു പത്രത്തിന്റെ ചെറിയ ഒരു ഇതിൽ വന്നത്, ഒരു കോളേജിൽ പഠിക്കുന്ന മുസ്ലിം പെണ്ണ് ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കും. നെറ്റിലൂടെ നിങ്ങൾ കണ്ടാണ്, ചിലപ്പോൾ കൃത്രിമത്വമായിരിക്കും, എന്നാലും അതിനൊക്കെയാണല്ലോ ഇന്ന് ഓഫർ കൂടുതൽ. അങ്ങനെ ഒരു ഫോട്ടോ വരുമ്പോഴാണല്ലോ ആ ഫോട്ടോയ്ക്ക് പവർ കൂടുതൽ. അങ്ങനെ ഒരു ഫോട്ടോ വരുമ്പോഴാണ് ആ ഫോട്ടോയ്ക്ക് പവർ കൂടുതൽ. അല്ലേ? മുസ്ലിം പെണ്ണ് വറുതയിട്ട തലമുറക്ക് മുസ്ലിം പെണ്ണ് ബിവറേജിന്റെ മുമ്പ് പോയി കുപ്പിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതൊക്കെയാണെന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾ. സഹോദരങ്ങളെ, വളരെ ദയനീയകരമായ രംഗമാണ്. ഒരുപാട് ചെറുപ്പക്കാരിവിടെയുണ്ട്. എണ്ണിയാൽ ഏറ്റവും അധികം 50,000 പേര് വന്നിട്ടുണ്ടെങ്കിൽ 40,000 ചെറുപ്പക്കാർ. രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എങ്ങനെയാണ് വരുന്നത് അല്ലാഹുവിന്റെ ഖബറിന്റെ അകത്തിരുന്ന് കാളയുടെ കൊമ്പ് പോലെയുള്ള പല്ലുകൾ വെച്ചിട്ട് കടന്നു വരികയാ കള്ളുകുടിയന്മാര്. ജീവിതം സാക്ഷി പറയുന്ന ലോകത്തേക്കാ കടന്നു വരുന്നത്. കാളയുടെ കൊമ്പ് പോലെ, അതേ മൂരിയുടെ കൊമ്പ് പോലെയുള്ള പല്ല് വെച്ചിട്ട് കടന്നു വരികയാ. സുദൂരിയും, അവരുടെ ചുണ്ടുകളുണ്ടല്ലോ നെഞ്ചിന്റെ താഴ്ഭാഗത്തേക്ക് താഴ്ന്നു കിടക്കുകയാണ്. അവിടെ നാവുകളതാ വയസ്സിന്റെ മുകളിലേക്ക് താഴ്ന്നു കിടക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ കാത്തുരക്ഷിക്കല്ലാ. പരലോകത്ത് വരുന്ന ഏറ്റവും വൃത്തികെട്ട രൂപമരാണ്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വൃത്തികെട്ട രൂപമരാ. ചെറുപ്പക്കാരാ, മലബാറിന്റെ യുവത്വമേ, അല്ലാഹുവിന്റെ റസൂൽ വേണ്ടെന്ന് പറഞ്ഞത് നമുക്ക് വേണ്ടടാ, നമുക്ക് വേണ്ടടാ. ഇന്നനാ നിർജൂയില കഴിച്ചിഹൂലിക്കലില്ലതാ യോമന ശിരിക്ക് താബിയ സീദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ
റസൂലിന്റെ ഹൗദുൽ കൗസറിന്റെ ഭാഗത്തേക്ക് കടന്നു ചെന്നിട്ട് ഒരു തുള്ളിയെങ്കിലും ഹൗദിന്റെ ജലപാനം വരാ കൊതിയോടെ കാത്തുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് പോകാ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, വേണ്ട പോലെ ഒരു തുള്ളി കള്ളുപോലും നമുക്ക് വേണ്ടടാ. എത്രയോ ആഘോഷങ്ങൾക്കാണ്, എത്രയോ ആഭാസങ്ങൾക്കാണ് കള്ളു കുടിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞ ഈ കോലത്തിലായിരിക്കും കബറിൽ നിന്നെഴുന്നേറ്റ് വരിക. ആഖിറലോകത്തെല്ലാവരും നോക്കിയിരിക്കുമ്പോ കള്ളുകുടിയന്മാര് വരുന്നതെങ്ങനെയാ? അതേ കൂറ്റന്മാരുടെ കൊമ്പ് പോലെ പല്ലുകളിങ്ങനെ നീണ്ടിരിക്കുകയാ. ചുണ്ടുണ്ടല്ലോ നെഞ്ചിന്റെ താഴ്ഭാഗത്തേക്ക് താഴ്ന്നിരിക്കുകയാ. നാക്കുകളുണ്ടല്ലോ വയറിന്റെ താഴ്ഭാഗത്തേക്ക് നീണ്ടിരിക്കുകയാ. എന്നിട്ട് വളർന്നു പോലെ വയറ് പൊട്ടിയിട്ട് വയറ്റിന്റെ കത്തിരുന്ന് നികിട്ടതകൾ പൊട്ടി വരികയാ, ചീന്തനങ്ങൾ പൊട്ടി വീഴുകയാ. റബ്ബേ, അങ്ങനെ ഒരു ഗതികേട് ആഖിറത്തിൽ വേണമെന്ന് ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഈ സരസിലിരുന്നു കൊണ്ട് എന്റെ ചുണക്കുട്ടന്മാരെ തീരുമാനമെടുക്കണവരായില്ല. ഒരു തുള്ളി കള്ളുപോലും എന്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കൂല. ലഹരി ഉപയോഗ സാധനങ്ങൾ നമ്മുടെ കടയുടെ മുമ്പിൽ കിടക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഒരു സഹോദരൻ കാണാമെന്നതാ. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, സാറേ സന്തോഷമുണ്ട്, കഴിഞ്ഞ വർഷത്തെ പോലെ ഗാനമേള അധികം കാണാനില്ല. ചാവക്കാട്, തിരൂര്, മലബാറിൽ, കുറ്റിപ്പുറത്ത് ആ ഭാഗത്തൊക്കെ പണ്ട് ഗാനമേളകളായിരുന്നു. ആണും പെണ്ണും ഒരുമിച്ച് ആടിയിരുന്ന പാട്ടുകളായിരുന്നു. അതൊന്നും ഇന്ന് കാണാനില്ല ഉസ്താദ്. അതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബിവറേജിന്റെ മുമ്പിലുള്ള ക്യൂ കൂടി ഒന്ന് കുറയ്ക്കാൻ കഴിയുമോ എന്ന് എത്ര ചെറുപ്പക്കാരാ ചോദിച്ചത്. ഓരേ തീരുമാനിക്കടാ. അല്ലാഹുവിന്റെ ആഖിറ ലോകത്ത് ഹൗദുൽ കൗസറിന്റെ മുമ്പിലേക്ക് ഓടിപ്പോകാ. കൊതിയുള്ളവരായ ചുണക്കുട്ടന്മാരെ മനസ്സ് വെക്കുക. അതിനെ സരസ്വരിയുന്നുകൊണ്ട് ആഗ്രഹത്തോടെ തീരുമാനമെടുത്തു. നമുക്ക് ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ മാണിക്യമുത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ? കാണാൻ ആഗ്രഹമില്ലേ? കാണണ്ടേ സഹോദരങ്ങളെ? ഇന്ന് മരിച്ചാൽ നമ്മുടെ ദുനിയാവിന്റെ ജീവിതം തീരുകയാണ്. വാരിക്കൂട്ടി വെച്ചതൊക്കെ ചെലവഴിക്കുന്നത് പിന്നെ വേറെ ആൾക്കാരാണ്. ഇന്ന് മരിച്ചാൽ കഴിയുകയാണ്, സർവ്വതം കഴിയുകയാണ്, ശ്രമിക്കുകയാണ്. അതുകൊണ്ട് സഹോദരാ, ഈ സരസ് സ്വർഗത്തിന്റെ സരസാണ്. ഇത്രത്തോളം വിശാലമായ സരസ് എടുത്ത സമയത്ത് നിങ്ങൾ വന്നിരുന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഈ സ്വർഗീയ ആരാമത്തിലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് നീയത്ത് ചെയ്തോ ഇല്ല. അല്ലാ, ഇതെന്നെ മാറ്റാനുള്ള സരസാണ്, എന്നെ മാറ്റാനുള്ള സരസാണ്. കാളയുടെ കൊമ്പ് വെച്ചിട്ട് ആഖിറത്തിന് വരാതെ ജീവനം സാക്ഷി പറയുന്ന ലോകത്ത് വയറ് പൊട്ടിയിട്ട് ചീന്തനമൊഴുകിയിട്ട് എന്നെ വലിച്ചടച്ചുകൊണ്ട് വരാറ്. അല്ലാഹുവേ, കാണുന്നവരൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന കോലത്ത് എന്നെ കൊണ്ടുവരാതിരിക്കാ. ഇന്നലെ വരെ കുടിച്ചതിനൊക്കെ എന്നിവിടെ കരഞ്ഞുകൊണ്ട് ദുആരക്കുകയാണ്. ഇന്ന് വരെ കള്ളു കുടിക്കാത്തവരെ, ഒരൽപ്പം പോലും നുണഞ്ഞു നോക്കാത്തവരെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്നു കൊണ്ട് തീരുമാനമെടുക്കാം. ഇല്ല, എന്റെ കൂട്ടുകാരെത്ര കുടിയന്മാരാകട്ടെ, ഇനി ആര് ഗൾഫിന്ന് വന്നാലും കുടിക്കൂല, ആര് പട്ടാളത്തിൽ നിന്ന് കൊടുത്തയച്ചാലും കുടിക്കൂല, ആര് ഫ്രീയായിട്ട് തന്നാലും കുടിക്കൂല, ഏത് പുതുമാപ്പിള കല്യാണത്തിന്റെ പാട്ട് നടത്തിയാലും കുടിക്കൂല, ഏത് വാപ്പാട മൂന്നാപാത്തിക്ക് വാങ്ങിച്ചു തന്നാലും കുടിക്കൂല. എനിക്ക് വേണ്ടത് എന്റെ റസൂലുള്ളാഹിയുടെ ഹൗദുൽ കൗസറാണ്. ഹംസാ റളിയല്ലാഹു അൻഹു മുക്കിലിട്ട് കോരി കുടിക്കുന്ന, അലി റളിയല്ലാഹു അൻഹു കോരി കുടിക്കുന്ന ആ ജലപാനത്തിന് വേണ്ടി ആഖിറത്തിലേക്ക് കിടന്നവരോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തീരുമാനമെടുക്കണ. ഈ സ്വർഗീയ ആരാമത്തിലിരുന്നു കൊണ്ട് ഇതുപോലെ ഒരു സരസിനപ്പുറം ഒക്കെ കിട്ടണമെന്നില്ല. ഇത് മുഴുവനും സാക്ഷിയാണ്. ഈ കുളത്തൂരത്തെ ഭാരത മത്സരികളെ സാക്ഷിയാണ്. നിങ്ങളിരിക്കുന്ന കടലാസുകളെ സാക്ഷിയോ, ഈ കസേരകളെ സാക്ഷിയോ, ഈ ജനസാഗരം സാക്ഷിയാണ്. ഇതിനെല്ലാറ്റിലും അവര് നമ്മളാരും കാണാത്ത കോടിക്കണക്കിന് മാലാഖമാരുണ്ട് പ്രിയപ്പെട്ടവരെ. ആ മലക്കുകൾ മുഴുവനും സാക്ഷിയാണ്. നമ്മളാരും കാണാത്ത കോടിക്കണക്കിന് മാലാഖമാരുണ്ട്. ആ മലക്കുകൾ മുഴുവനും സാക്ഷിയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് നിറകണ്ടവരോട് ഒരു തീരുമാനമെടുക്കാം. കുടിച്ചവർക്കും കുടിക്കാത്തവർക്കും ഒക്കെ തീരുമാനമെടുക്കാം. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഒരു തുള്ളി മദ്യം, ലഹരി എന്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കില്ല.
എന്നൊരു തീരുമാനമെടുക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, പടച്ചവരെ, അങ്ങനെ ഒരു തീരുമാനം ഈ സ്വർഗീയ ആരാമത്തിൽ ഇരുന്നുകൊണ്ട് ആരെങ്കിലും എടുത്താൽ, റബ്ബേ, ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് നിന്റെ പുന്നാരപ്പൂ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമരിക്കാനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ അല്ലാഹുവേ. അങ്ങനെ ഒരു തീരുമാനം ഇന്നീ സരസിൽ നിന്നുകൊണ്ടെടുത്താൽ, എത്ര കുടിക്കുന്നവരാകട്ടെ, എന്ത് തെറ്റ് ചെയ്തവരാകട്ടെ, എല്ലാം പുറത്തു കൊടുക്കണേ അല്ലാഹ്. കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ കറകള മുഴുവനും നീ മായിച്ചു കളയണേ അല്ലാഹ്. എന്നിട്ട് നല്ലൊരടുക്കും ചിട്ടയുമുള്ള ഭവ്യതയുള്ള ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. കുടിച്ചവരും കുടിക്കാത്തവരും ഒക്കെ തീരുമാനമെടുക്കും. അങ്ങനെ തീരുമാനമെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പടച്ചോൻ കാണുന്ന രീതിയിൽ ഒന്ന് കൈ ഉയർത്തി അള്ളാഹുവിന് കാണാൻ ആര് ഞാനിനി കള്ളു കുടിക്കൂല എന്ന് പറഞ്ഞ് നീയത്തിയത് കൈ ഉയർത്തി. കുടിച്ചവരും കുടിക്കാത്തവരും ഒക്കെ പോകും. ആര് പരസ്പരം ഇത് ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണെന്ന് കരുതരുത്. ഈ കൈ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ദുആ കഴിഞ്ഞിട്ട് താത്താന്ന് ഇടയിൽ ആരെങ്കിലും കൈ വെക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിലും നോക്കണേടാ. ഇൻഷാ അല്ലാഹ് ഈ കൈ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ച് ഹൗദുൽ കൗസർ നമുക്ക് തരട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാനും പലിശരഹിത വായ്പ കൊടുക്കാനും രോഗികൾക്ക് മരുന്ന് കൊടുക്കാനും വേണ്ടി റഹ്മാൻ ലീഫിന്റെ ദൈവത്തിന്റെ മാർഗത്തിൽ വെച്ച സ്വർഗീയമായ പരിപാടി കരുണക്കടനായ അല്ലാഹ്, ഈ ഉയർത്തിയ കരങ്ങളുടെ ഉടമസ്ഥരിൽ കള്ളു കൊടുല റബ്ബേ. ഈ സ്വർഗീയ ആരാമത്തിലിരുന്നു കൊണ്ട് ഉയർത്തിയ കരങ്ങള് നിന്റെ പുന്നാര നബിതങ്ങളാണ് ആഹാരത്തിൽ മുത്തം കൊടുക്കണേ അല്ലാഹ്, മുത്തം കൊടുക്കണേ അല്ലാഹ്. മുത്തം കൊടുത്ത് സ്വർഗത്തിലേക്ക് നീ എന്റെ കൂടപ്പറപ്പാട് കുടുംബക്കാരനാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് വിളിക്കണേ റബ്ബേ. സല്ലി അലൻ നബി മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. നമ്മുടെ സംഘാടകർ നല്ലതുപോലെ പരിശോധന നടത്തിയിട്ട് തമിഴ് സംസാരിക്കുന്ന കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാത്ത രണ്ട് സഹോദരിമാർ ഈ സ്ത്രീകളിരിക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ബക്കറ്റ് കൊണ്ടുവരും കൂടി അതിനകത്ത് എടുക്കാം. നമ്മുടെ സ്കോഡെന്ന് പറഞ്ഞാൽ എന്താ സെറ്റപ്പാ, ഭയങ്കര സ്കോഡാണ്. എല്ലായിടത്തും മുക്കിന് ആളെ വെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കിടയിൽ 13 പേരെ വെച്ചിട്ടുണ്ട്. ചിലപ്പോ കൈയോടുകൂടി ഇപ്പൊ പിടിച്ച് അവിടെ തന്നെ എടുക്കും. സ്ത്രീകൾക്കിടയിൽ ആളുണ്ട്. ഈ അതിന് ആള് കൂടുമ്പോഴേ അതിന് ഞാനും കുറച്ച് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് സെക്യൂരിറ്റി ആയിട്ട്. എനിക്കും ഉണ്ടാവും. എന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ചർച്ചകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ആളെ നിർത്തുന്നത് പരിസരത്ത്. എങ്ങനെ ഉണ്ട് മൊയ്ലാർ വാർഡ്? കുഴപ്പമില്ല, ക്ലിയർ ആയിട്ട് ഇവിടെ. കോഴിക്കോട് ജില്ലയിലെ വാർഡ് മുക്കത്ത് ഒരുപാട് വാദങ്ങൾ നേരത്തെ പോയെങ്കിൽ കോഴിക്കോട് പ്രധാനപ്പെട്ട സ്ഥലത്ത് ഫസ്റ്റ് വാദം. അപ്പൊ അതിനുവേണ്ടി പോയപ്പോ 7 ചെറുപ്പക്കാരെ പല സ്ഥലത്തായിട്ട് അവർക്ക് നിന്നു. അവരെല്ലാവരും വാത് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് നിന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അവസ്ഥാതെ നിങ്ങൾ വാതിൽ കയറി കാരമില്ലാത്തവരുടെ അതാപിനെ കുറിച്ച് പറഞ്ഞപ്പോ ചായക്കടക്കിയത് എന്നൊരാൾ പറയാം. ഇനി മൊയ്ലാർ ഏതൊക്കെ രീതിയിൽ വാത് പറഞ്ഞാലും ഇവിടത്തെ കാര്യം നന്നാവാൻ പോകില്ല. ഒരഭിപ്രായം അത് നേരെ സ്റ്റേജിൽ കൊള്ളുക. രണ്ടാമത് കുറച്ചുപേര് എഴുന്നേറ്റ് പോയി ഏറ്റവും പുറകിൽ. അപ്പൊ സ്വലാത്തിനെ കുറിച്ച് മൊഹീദ്ദീമാലെ കുറിച്ച് പറഞ്ഞപ്പോ അവർക്ക് കൊണ്ട് ദഹിച്ചില്ല. അവർ മറ്റേ ആളാണ്, നേരെ ഡയറക്റ്റ് നരകം. അവനോട് ചോദിക്കണം മലക്കൊക്കെ നാണക്കേടില്ല, തള്ളിയെ കൂട്ടിട്ട് ആ പോടാന്ന് പറഞ്ഞിട്ട് നേരെ ഡയറക്റ്റ് നരകം. അങ്ങനെയുള്ള കുറച്ചുപേര് മൊയ്ലാരത്ര അങ്ങോട്ട് ഒഴുക്കൂല, പുള്ളി മൊഹീദ്ദീമാലയിലാ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ദഹിക്കാതെ കുറച്ചങ്ങോട്ട് പോയി. ഇതിലൊന്നുമല്ലാതെ വേറെ കുറച്ച് 2 പേര്, അത് 2 പേരും വാക്കിൽ നമ്മുടെ സ്വന്തം ആളാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. 2 സുന്നത്തി മാത്രമേ 2 സംഘടനകളല്ല. മറ്റേ ആൾ ചോദിച്ചു, ബാക്കി ഉസ്താദ് ഇങ്ങനെ പാണക്കാട് കുടുംബമായിട്ടൊക്കെ ഇങ്ങനെ വെള്ളം പാണക്കാട് സെറ്റപ്പോ ബാക്കി ഭയങ്കര താല്പര്യമാണ്. അപ്പൊ മറ്റേ നിരാശ, കാരണം മറ്റേ ആളാണ്. മറ്റേ പറഞ്ഞു കഴിഞ്ഞ മാസം കാന്തൂർ ഉസ്താനെ കാണാൻ പോയിരുന്നല്ലോ ബാക്കി ഉസ്താദ്. അപ്പൊ മറ്റേ നിരാശ. അപ്പൊ ഇത് നമ്മൾ ആലോചിക്കുന്നത് എവിടെയെങ്കിലും ഒന്നിനെ പെടുത്തി
ഇത്തിരി ചെറുപ്പക്കാരെ ഒന്ന് കുറച്ച് 10 അടി ഉണ്ടാക്കി എല്ലാവർക്കും സമാധാനമാവും. എല്ലാരെയും പോലെ ഞാനും ഒരു സൈഡിൽ ശബ്ദം പോകാൻ. ഞാൻ പറയുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് സുന്നത്തെ മാത്തുവല്ല, അതിനപ്പുറത്തേക്ക് ഒരു ആദർശമുള്ള ഒരല്പം പോലും ആ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ ഒരുക്കമില്ല. സുന്നത്ത് ജമാഅത്ത് നമുക്ക് വരും. അല്ലാഹു തആല അതിനെ വളർത്തി തരുമാറാകട്ടെ. വീതിമാല ഓതുന്ന, ബദർമൗലൂദ് ഓതുന്ന, സ്വലാത്ത് ചൊല്ലുന്ന ആൺകുട്ടികളായി തന്നെ നമ്മൾ മാറണം. തമ്മിലടി നമ്മൾ നിർത്തിവെക്കുക. അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. നമ്മൾ നിർത്തുക. ഇത് പറയുമ്പോൾ ആർക്ക് സങ്കടം ഉണ്ടായാലും എനിക്കൊരു പ്രശ്നമില്ല. ആ സങ്കടം കുറെ കാലം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാ. പെട്ടെന്ന് നിർത്തണം എന്നെനിക്ക് വലിയ താല്പര്യമില്ല. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപാട് പേര് പലവിധ ചർച്ചകൾ പറയും. നമുക്ക് നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് കേന്ദ്രീകരിച്ച് രക്ഷപ്പെടാൻ ഉദിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരിമാരുടെ ഭാഗത്ത് വളരെ ശ്രദ്ധയുണ്ടാവണം. സഹോദരങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് വിഷയത്തിന്റെ ഭാഗ്യഭാഗത്തേക്ക് വരിക. നമ്മൾ തീരുമാനിച്ച രീതിയിൽ സഹോദരിമാരും കൈ ഉയർത്തേണ്ടി വരും കള്ളു കുടിക്കുക എന്ന് പറയുമ്പോൾ. കാരണം ഇപ്പൊ കൊക്കക്കോള എന്ന് പറഞ്ഞ് മാപ്പിള കൊണ്ട് കൊടുക്കണ മറ്റേ സാധനമാണ്. ടിപ്സിയുടെ വരച്ചു പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ട് കൊണ്ട് കൊടുക്കുന്നിടയ്ക്ക് വേറെ സംഭവങ്ങളാണ്. അപ്പൊ അല്പം സീരിയലിലും സിനിമയിലും ഒക്കെ സഹോദരിമാരിപ്പോ കുടിച്ചു തുടങ്ങിയപ്പോ, നടികൾ കുടിച്ചു തുടങ്ങിയപ്പോ അവർക്ക് ഒരു ആഗ്രഹം കുടിക്കാനുണ്ടാകുന്നില്ല. ആ രീതിയിലേക്ക് അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല നല്ല സുരക്ഷിതത്വം നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ശ്രദ്ധയോടുകൂടി പ്രിയപ്പെട്ടവരെ, ആഖിറത്തിലേക്ക് സന്തോഷത്തോടുകൂടി വരാൻ, തങ്ങളെക്കെട്ടുകളിൽ വലിച്ചെടുത്ത് കൊണ്ടുവരുന്നവരാകാതിരിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വതറൽ മുജ്രിമീന യൗമൈദ മുഖറരീന ഫിൽ അസ്ഫാർ. സംഘടനകളിൽ ബന്ധിക്കപ്പെട്ടവരായി വലിച്ചെടുത്ത് കൊണ്ടുവരുന്ന വിഭാഗത്തിൽ പെടല്ലേ പ്രിയപ്പെട്ടവരെ. എത്ര വഅദ് പറഞ്ഞാലും കേൾക്കാത്ത, എത്ര ഉപദേശം പറഞ്ഞാലും കേൾക്കാത്ത, എത്ര നസീഹത്ത് പറഞ്ഞാലും കേൾക്കാത്ത അവസ്ഥയിലേക്ക് എന്റെ സഹോദരങ്ങളെ കടന്നു വരല്ല. വലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റാ. മറ്റൊരാളുടെ തെറ്റ് നിന്റെ തലയിൽ അല്ലാഹു കെട്ടിവെക്കൂല. നീ ചെയ്തത് നീ തന്നെ അനുഭവിക്കുക. നീ ബസാറ് പറഞ്ഞോ, നീ ഇബത്ത് പറഞ്ഞോ, നീ തെറ്റ് ചെയ്തോ, നീ കുറ്റപ്പെടുത്തിയോ, അത് മുഴുവനും നീ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ പോവുകയാണ്. വേറൊരാൾക്ക് പറഞ്ഞ വീതിച്ചു കൊടുക്കൂല. വേറെ ഒരാളുടെ തെറ്റ് പോലും നിന്റെ തലയിലേക്ക് അല്ലാഹു വെച്ച് വരൂല. നീ ചെയ്തു പോയത് മുഴുവനും നിനക്കുള്ളതാ. നീ ആരെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞു പോയത്, എവിടെ നിന്നൊക്കെയാ മോചനം നടത്തിയത്, ആരെയൊക്കെയാ കുറ്റപ്പെടുത്തിയത്, ആരെയൊക്കെയാ വേദനിപ്പിച്ചത്, ഏത് യത്തീംഖാനയിൽ നിന്നാ കൈയിട്ട് വാരിയത്, ഏത് പള്ളിയുടെ സ്വത്തിൽ നിന്നാ കൈയിട്ട് വാരിയത്, ഏതുമ്മയെ നീ ചവിട്ടിയത്, ഏത് കുടുംബത്തിൽപ്പെട്ടവരെയാ പരിഹാസം പറഞ്ഞത്, ഏത് കല്യാണമാ മുടക്കിയത്, ഏത് നിസ്കാരമാ കലാക്കിയത്, ഏത് പള്ളിക്കെതിരെയാ പ്രവർത്തിച്ചത്. നീ ചെയ്തു പോയത് മുഴുവനും നിനക്കുള്ളതാണ്. വേറൊരാൾ പോലും അത് വാങ്ങാൻ കിടന്നു വരൂല പ്രിയപ്പെട്ടവരെ. അങ്ങനെ മുഴുവനും അല്ലാഹു പടച്ചതമ്പുരാൻ ഈ ദുനിയാവില് നിനക്കെവിടെയൊക്കെ എന്തിനൊക്കെ ആയുസ് തന്നിട്ടുണ്ടോ അത് മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ സജ്ജീകരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും പാടാക്കാതെ മുഴുവനും സാക്ഷി പറയുകയാണ്. പുന്നാര നബിതങ്ങൾ ഏറ്റവും അധികം കരഞ്ഞു പോരായത്തേരാ പ്രിയപ്പെട്ടവരെ. ഒരുപാട് ആയത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരായത്തേരാ സുജൂദിൽ കിടന്നുകൊണ്ട് നബിതങ്ങളുടെ കണ്ണുനീര് സുജൂദിൽ കിടക്കുന്ന പ്രവാചകരുടെ മുട്ടിലൂടെ ഒഴുകി പുറത്തേക്ക് വന്ന പോരായത്തേരാ. ഇതേ ആയത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് ഒരു സഹാബി ഒന്ന് കൊണ്ടുവരുമ്പോ ഈ ആയത്തെത്തിയപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മതി, ഓതൽ മതിയാക്കുക, ഓതൽ നിർത്തുക. ആ സഹാബി പറയുന്നു, യാ റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് നോക്കുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആയത്തിനകത്ത് പറയുന്നതെന്താ? വകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ. എല്ലാ സമുദായത്തിന്റെയും സാക്ഷികളെ നാളെ ആഖിറത്തിൽ കൊണ്ടുവരുമ്പോ ജീവിതം സാക്ഷി പറയുന്ന പരലോകത്ത് മുത്തുനബിയേ ഈ സമുദായത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവരുമല്ലോ എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. കണ്ണുനീരോട് പ്രവാചകരുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും ഉൾക്കൊള്ളും
കേൾക്കുന്ന സമുദായത്തിന് സാക്ഷിയായിട്ട് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവരികയാണ്. പിന്നെ ആരാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവോട് തുറന്നു പറയാ, നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും റെക്കോർഡ് ചെയ്തു പോയ രണ്ട് സാക്ഷികൾ അവിടെ അല്ലാഹുവിന്റെ കോടതിയിൽ വരികയാണ്. രഹസ്യങ്ങളും പരസ്യങ്ങളും റെക്കോർഡ് ചെയ്ത രണ്ട് സാക്ഷികൾ അവരാരാ? വലതുഭാഗത്ത് റക്കീബ്, ഇടതുഭാഗത്ത് അതീദ്. രണ്ടുപേരെ നിങ്ങൾക്ക് മാറ്റി വേണമെങ്കിൽ നന്മ എഴുതുന്ന മലക്ക്, തിന്മ എഴുതുന്ന മലക്ക്. എന്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ചില സമയം നമ്മൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും പറയുമ്പോൾ അത് മൊബൈൽ റെക്കോർഡ് ചെയ്ത് നമ്മൾ പറയില്ല, അത് ഡിലീറ്റ് ചെയ്തടാ പ്ലീസ്, അതിന്റെ വാപ്പ കണ്ട പ്രശ്നമാണ്, ഉമ്മ കണ്ട പ്രശ്നമാണ്. ഒന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല, എല്ലാം ആഗ്രഹത്തിൽ കൊണ്ടുവരിക. സർവ്വ രഹസ്യങ്ങളും കടയിലിരുന്നുകൊണ്ട് പറഞ്ഞതും, ഓടിളക്കി നോക്കിയതും, മെമ്മറി കാർഡിലൂടെ നോക്കിയതും, കമ്പ്യൂട്ടറിൽ നിന്ന് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത മറ്റേ സാധനമില്ലേ അല്ലേ, അത് കൂട്ടുകാരന്റെ മൊബൈലിലേക്ക് കയറ്റി കൊടുത്തത് ഒക്കെ സർവ്വതും. ഒന്നും ഒന്നിന് പരിഹാരമാവില്ല. എല്ലാം ആര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് ഉള്ളറയിൽ പോയി ഒളിച്ചിരുന്നാലും എന്റെയും നിങ്ങളുടെയും രണ്ടു ഭാഗത്തുള്ള മലക്കുകൾ, ആ മലക്കുകളെ മാറ്റി നിർത്താൻ സാധ്യം.